സാമാന്യ ഭേദപ്പെട്ട രീതിയിലേ ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ചോറുണ്ട് കേട്ടോ. അതിനകത്ത് വെച്ച് മീൻകറി ഉണ്ടായിരുന്നു, 2 കഷ്ണം മീനുണ്ട്, ഒരു അച്ചാറുണ്ട്, ഒരു വറുത്തമീനുണ്ട്, പിന്നെ മോരുകറിയുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നല്ല ഒരു ഭക്ഷണമായിരുന്നു, നല്ല ടേസ്റ്റുള്ളൊരു ഭക്ഷണമായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. ഞാൻ അവിടെ ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ട്, ഒരു 12:45 1 മണിയായി ഉച്ച സമയത്തെ. അവിടെ ചെന്നപ്പോഴേ നല്ല നീണ്ട ഒരു ക്യൂ കാണാം. എന്തിനുള്ളതാണെന്ന് ഞാൻ പോയി ശ്രദ്ധിച്ചപ്പോഴേ അവിടെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടനയായ DYFI കൊടുക്കുന്ന പൊതിച്ചോറിൻ്റെ ഒരു കാഴ്ചയായിരുന്നു ഞാൻ അവിടെ കണ്ടത്. അതിനുവേണ്ടി ഒത്തിരി ആൾക്കാരവിടെ നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ഏകദേശമേ 1/2 കിലോമീറ്ററോളം ആ ക്യൂവിന് ദൈർഘ്യമുണ്ടായിരുന്നു കേട്ടോ. ഞാനും ആ ക്യൂവിൽ ഏറ്റവും പുറകിൽ പോയി ഞാനും നിന്നു. എനിക്കും ആ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു പൊതി ചോറ് മേടിച്ച് കഴിക്കാം എന്ന രീതിയിൽ ഞാനും നിന്നു. പക്ഷേ ആ ക്യൂവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതിനകത്ത് എല്ലാ മതസ്ഥരും ഉണ്ട്. ഒരു പാർട്ടിക്കാർ മാത്രമല്ല, പല പാർട്ടിയിലുള്ള ആൾക്കാരും അതിനകത്തുണ്ട്. പക്ഷേ അവരാരും DYFIയുടെ ഭക്ഷണമാണെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നില്ല. ഇത് വിശപ്പ് എല്ലാവർക്കും ഒരുപോലാണല്ലോ. വിശപ്പിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേകമില്ല, ഒന്നുമില്ല. വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ പല മതത്തിൽപ്പെട്ട ആൾക്കാരെയും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. മറ്റൊരു കാര്യം, പല ചാനലിലും വന്നിരുന്നേ DYFIക്കാരെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. കുറ്റം എല്ലാ സംഘടനയിലും ഉണ്ട്, എല്ലാ പാർട്ടിയിലും കുറ്റങ്ങളുണ്ട്. പക്ഷേ DYFIക്കാർ ഈ പൊതിച്ചോറ് കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. കുറച്ച് നാട്ടുകാർ പൊതിഞ്ഞ് ചോറ് കൊടുക്കും, അതുകൊണ്ട് അവർ മേടിച്ച് രോഗികൾക്ക് കൊണ്ട് കൊടുത്ത് ക്രെഡിറ്റ് എടുക്കണം. ഈ നാട്ടുകാർ കൊടുക്കുന്ന ചോറ് എല്ലാ വീടുകളിലും പോയി കളക്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റ് സമയത്തിന് 1 മണി സമയമാകുമ്പം അവിടെ ചോറ് കൊടുത്തിരിക്കും. അതിനും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലേ. അത് ഞാൻ അവിടെ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. ഒരുപാട് ആൾക്കാർ പിന്നെ പുറകെ ചോറുമായിട്ട് ഓട്ടോറിക്ഷകളിലും കാറുകളിലും പല ദിശയിൽ നിന്നും അവിടുത്തെ പ്രവർത്തകർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ വരുന്ന എല്ലാവർക്കും അവർ ചോറ് കൊടുക്കുന്നുണ്ട്. അതിന് കുറ്റം പറയാനൊക്കത്തില്ല. നമ്മൾ വിചാരിക്കും ഇതൊരു നിസ്സാര പണിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നിസ്സാരമല്ല കേട്ടോ. അത് അറിയണമെങ്കിൽ അവിടെ ചെന്ന് നിൽക്കണം. ആ പ്രവർത്തകരുടെ ഓരോ ബുദ്ധിമുട്ടുകൾ കാണണമെങ്കിൽ. ഞാൻ DYFIക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ DYFIക്കാരനൊന്നുമല്ല. ഞാൻ എല്ലാ പാർട്ടിയെയും എല്ലാ മതത്തെയും വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഏത് പാർട്ടിയായാലും ഏത് മതത്തെ ആയാലും നല്ലത് ചെയ്താൽ നല്ലതെന്നും മോശം ചെയ്താൽ അത് വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ രോഗികൾക്കും, നിർധനരായ രോഗികൾക്ക് ഇത് ഒരു അനുഗ്രഹമാണ് കേട്ടോ ഈ പൊതിച്ചോറ്. പിന്നെ ഇവിടെ DYFIക്കാർ മാത്രമല്ല കേട്ടോ, സേവാഭാരതിയും ഇതുപോലുള്ള അന്നദാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ഈ സാമൂഹ്യ സംഘടനകൾ ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ചെന്നപ്പോൾ ഈ സേവാഭാരതിയുടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ വൈകുന്നേരങ്ങളിൽ കഞ്ഞി വിതരണമൊക്കെ സേവാഭാരതിയുടെ ഉണ്ടെന്ന് ഞാൻ അറിയാൻ പറ്റി. പക്ഷെ അന്ന് ഞാൻ ചെന്നപ്പോൾ DYFIക്കാരുടെ ഈ പൊതിച്ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അതിൽ ഒരു ചോറ് മേടിച്ച് ഞാൻ കഴിച്ചു. ഞാൻ മേടിച്ച പൊതിയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ടെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോറ് സാമാന്യ ഭേദപ്പെട്ട് ഒരാൾക്ക് കഴിക്കാൻ, വയറ് നിറച്ച് കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു. അതിനകത്തൊരു ചെറിയ കവർ അച്ചാറുണ്ട്, ഒരു മീൻ വറുത്തതുണ്ട്, അതിനകത്ത് ഒരു കവറിനകത്ത് മീൻ കറിയാണത്, പിന്നെ മോരുകറിയുണ്ട്. ഇതൊരു ബീട്രൂട്ട് തോരനാണെന്ന് തോന്നുന്നു. ആ ബീട്രൂട്ട് തോരനുണ്ട്. ഇത് എല്ലാം കൂടെ ഉള്ള ഒരു നല്ല രീതിയിലുള്ള ഭക്ഷണമാണത്. ബീട്രൂട്ട് തോരനാണ് കണ്ട. അതിനകത്ത് മീൻ കറിയുണ്ട്, മോരുകറിയുണ്ട്. എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെയാണ് അവർ തന്നിരിക്കുന്നത് രോഗികൾക്ക്. അതൊരു നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്തെ ജാതിയുടെയും മതത്തിൻ്റെയും പേര് തമ്മിലടിക്കുന്നവരോടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ആയിരക്കണക്കിന് പൊതിച്ചോറുകളിൽ നിന്നും കിട്ടിയ ഒരു പൊതിച്ചോറാണിത്. ഇത് ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിലുള്ള മനുഷ്യരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചോറാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? കാരണം മനുഷ്യന് മാത്രമേ മതത്തെ തിരിച്ചറിയുന്ന അടയാളങ്ങൾ കൊണ്ടു നടക്കാൻ മാത്രമേ കഴിയൂ. ഭക്ഷണത്തിന് ആ തിരിച്ചറിവ് ഉണ്ടായില്ല എന്ന് മാത്രം എല്ലാവരും കരുതുക.